നമ്മെ വിട്ടുപിരിഞ്ഞ ഉത്തമനായൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നമ്മളെല്ലാം ബഹുമാന പുരസരം ഇന്ന് സ്മരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ചരമദിനങ്ങൾ, രക്തസാക്ഷി ദിനങ്ങളെല്ലാം ആചരിക്കുന്നത്, സ്മരിക്കുന്നത് ഒരു വിപ്ലവകരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. സഖാവ് ചടയൻ ഈ ജില്ലയിലെ പഴയ എലിക്കൂർ ഫർക്ക, ആ എലിക്കൂർ ഫർക്കയിലെ കമ്പലിൽ ഒരു പാവപ്പെട്ട തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അന്നത്തെ സാഹചര്യങ്ങളിൽ വിദ്യാഭ്യാസം വളരെ പരിമിതമാണ്. സമ്പന്നന്മാർക്ക് മാത്രം പഠിച്ചു വളരാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു തൊഴിലാളിയായി ജീവിതം ആരംഭിച്ചു. ബാല്യകാലത്ത് തന്നെ, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തൊഴിലാളിയായി. പിന്നീട് അദ്ദേഹം ഒരു നെയ്ത്ത് തൊഴിലാളിയായി. നെയ്ത്ത് തൊഴിലാളിയായി ജീവിതം ആരംഭിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് വടക്കേ മലബാറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിച്ചു. ഇന്ന് ഈ കണ്ണൂർ ജില്ലയിൽ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ മഹനീയമായ പങ്കുവഹിച്ചിട്ടുള്ള ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാവ് ചടയൻ. പട്ടിണി കിടന്ന് കഷ്ടപ്പാട് അനുഭവിച്ചാണ് അദ്ദേഹം വളർന്നു വന്നത്. ജീവിതത്തിൽ ഒട്ടനവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞതായിരുന്നു. അദ്ദേഹം ധീരമായ സമര പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ തന്നെ നിന്ന് പൊരുതിയിട്ടുള്ള ആളാണ്. 1948-50 കാലഘട്ടത്തിൽ കമ്പലിലും നാറാത്തുമൊക്കെ ഉണ്ടായിട്ടുള്ള ഗൂണ്ട ആക്രമണങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ, ഇന്നത്തെ ചേലേരി, കൊളച്ചേരി ഭാഗങ്ങളിൽ പട്ടിണി കിടക്കുന്ന കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നെല്ലറകൾക്ക് മുമ്പിൽ ചെന്ന് മുദ്രാവാക്യം വിളിച്ച് നെല്ലറകളിൽ നിന്ന് നെല്ലെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ സമരം നയിച്ച നേതാക്കളിൽ സഖാവ് ചടയനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് ഭാഗം അദ്ദേഹം ഒളിവിലായിരുന്നു. 1950 പാടിക്കുന്ന് സംഭവം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് 2 സഖാക്കളെ ജാമ്യത്തിലിറക്കി. കോൺഗ്രസുകാർ കൊടുത്ത കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന 2 പേരെ കോൺഗ്രസുകാർ തന്നെയാണ് ജാമ്യത്തിലിറക്കിയത്. ആ 2 സഖാക്കളെ പോലീസിനെ ഏൽപ്പിച്ചു. ആ 2 സഖാക്കളെയും കൊണ്ട് പാടിക്കുന്നിലേക്ക് പോയി. അന്ന് മയ്യിൽ പ്രദേശത്ത് പോലീസ് ക്യാമ്പായിരുന്നു. ആ പോലീസ് ക്യാമ്പിൽ പിടിക്കപ്പെട്ട സഖാവ് ഗോപാലൻ നമ്പ്യാരെയും അവിടുത്തെ പോലീസുകാർ കൊണ്ടുവന്നു. പാടിക്കുന്നിന്റെ നെറുകയിൽ വെച്ച് 3 പേരെയും നിരത്തി വെടിവെച്ചു കൊന്നു. അന്ന് സഖാവ് ചടയൻ ചേലേരിയിൽ ഒളിവിലായിരുന്നു. സഖാവ് ചടയൻ തന്നെ പിന്നീട് വ്യക്തമാക്കിയത്, ചേലേരിയിൽ അന്ന് ഭീകരമായ ആക്രമണം കൊണ്ട് വീടുകളിലൊന്നും അഭയമില്ല. രാത്രിയാകുമ്പോൾ പകൽ ഏതെങ്കിലും വീടിൻ്റെ ആരും കാണാത്ത ഭാഗത്ത് ഒളിച്ചിരിക്കും. രാത്രിയാകുമ്പോൾ വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റില്ല, കാട്ടിൽ പോയി കിടക്കും. അങ്ങനെ സഖാവ് ചടയനും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന സഖാവും കാട്ടിൽ പോയി കിടന്നു. അപ്പോൾ ഒരു മഴ വന്നു. മഴ വന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് തൊട്ടടുത്തുള്ളൊരു കടയുടെ വറാന്തയിൽ ചെന്നിരുന്നു. അപ്പോഴാണ് ഒരു വെടിയൊച്ച കേൾക്കുന്നത്. അത് പാടിക്കുന്നിലെ വെടിവെപ്പായിരുന്നു. സഖാവ് ചടയൻ ധരിച്ചത് സഖാവ് അറാക്കലിനെ പിടിച്ചു. സഖാവ് അറാക്കലിനെയാണ് വെടിവെച്ചു കൊന്നത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെയും സഖാക്കളുടെയും അന്നത്തെ ചിന്ത. അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നു. അതിലൂടെ വളർന്നു വന്നതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ജീവിതം മുഴുവൻ പാർട്ടിക്ക് അർപ്പിച്ച ഒരു വലിയ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹം തൊഴിലാളികളെ, പ്രത്യേകിച്ച് നെയ്ത്ത് തൊഴിലാളികൾ, ഖാദ്യ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, ചുരുട്ട് തൊഴിലാളികൾ, ഇവരെയെല്ലാം സംഘടിപ്പിച്ചു.
കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം പഴയ ഇരിക്കൂർ ഫർക്കയിലെ നേതാവായി, കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ഉന്നതനായ നേതാവായി. അങ്ങനെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലും സമര പോരാട്ടങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ പോലീസ് അതിക്രമം നടന്ന കാലം 975 അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് ഭീകരമായൊരവസ്ഥയായിരുന്നു. അന്ന് ഇന്നത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് വശത്ത് റോട്ടിൽ നാഷണൽ സ്റ്റോറിൻ്റെ മുമ്പിൽ സഖാവ് സിയും ചടയനും നയിച്ച ജാഥ, എനിക്ക് തോന്നുന്നത് ഇന്ന് അത്യപൂർവ സഖാക്കൾക്ക് മാത്രമേ അത് ഓർമ്മയുണ്ടാകൂ. ആ ജാഥയിൽ ഞാനൊരംഗമായിരുന്നു. ആ ജാഥ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് CRPF ആ ജാഥയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. അതിൻ്റെ മുന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെറുത്ത നേതാവാണ് സഖാവ് ചടയൻ. അന്ന് സിക്കൊക്കെ പരിക്ക് പറ്റാതെ അദ്ദേഹം കാത്തു സൂക്ഷിക്കുകയായിരുന്നു. ഏത് പ്രതിസന്ധികളിലും സഖാക്കളെ കാത്തു സൂക്ഷിക്കാനും രക്ഷിച്ചെടുക്കാനും പൊരുതിയിട്ടുള്ള ഉത്തമനായ സഖാവാണ് അദ്ദേഹം. ഇന്ന് നമ്മളോടൊപ്പമില്ല. പക്ഷേ അദ്ദേഹം നയിച്ച പ്രസ്ഥാനം, അദ്ദേഹം ജീവിതമുറപ്പിച്ച പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ വലിയൊരു വിപ്ലവ പ്രസ്ഥാനമായി വളർന്നു വന്നിട്ടുണ്ട്. കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് വളർന്നു വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഈ കേരളം ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട്. ഇന്നത്തെ കേരളം സൃഷ്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, സഖാവ് ചടയനെപ്പോലെ ധീരരായ സഖാക്കൾ ത്യാഗം സഹിച്ചൊരു പ്രസ്ഥാനം വളർത്തിയെടുത്തില്ലായിരുന്നുവെങ്കിൽ, പാടിക്കുന്നിലും മറ്റും മരിച്ചു വീണ ധീരരായ രക്തസാക്ഷികൾ പൊരുതി മരിച്ചതിൻ്റെ കൂടി ഭാഗമാണ് ഇന്നത്തെ കേരളം. ഈ കേരളം സൃഷ്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റാണ്. ഇന്നത്തെ നവകേരളം ഇനിയും നമുക്ക് അഭിവൃദ്ധിപ്പെട്ടു വരണം.